നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോഴുള്ളത് ജർമ്മനിയിലെ കൊളോൺ എന്ന നഗരത്തിലാണ്. ഇന്ന് രാവിലെ നെതർലാൻഡിലെ റോട്ടർഡാമിൽ നിന്നും 9 മണിക്ക് തന്നെ എന്നത്തെയും പോലെ യാത്ര തിരിച്ചു. പക്ഷെ മഴ കാരണം ആ ദൃശ്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. റോട്ടർഡാമിൽ നിന്നും 250 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. 3.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കൊളോണിലെത്തി. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു. ഇനി ലഞ്ച് കഴിക്കണം. അതിനായാണ് ഈ പോകുന്നത്. അത് കഴിഞ്ഞ് ജർമ്മനിയിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായ കൊളോൺ കത്തീഡ്രൽ കാണാൻ പോകും. ഇവിടെയും ചെറിയ മഴയുണ്ട്. ഇതാണ് ഉച്ചഭക്ഷണം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ റെങ്കോളി. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി പോകുന്നത് കൊളോൺ കത്തീഡ്രൽ കാണാനാണ്. നടന്നു പോകാവുന്ന ദൂരമാണ്. റോഡുകൾ പലതും ബ്ലോക്കാണ്. തെരുവുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും മോടി പിടിപ്പിക്കലും ഒക്കെ നടന്നു വരുന്നു. ഇട റോഡുകളിലൂടെയാണ് ഞങ്ങളിപ്പോൾ കത്തീഡ്രലിലേക്ക് പോകുന്നത്. വഴിയിൽ ധാരാളം ടൂറിസ്റ്റുകളെ കാണാൻ കഴിയുന്നുണ്ട്. റോഡിനിരുവശവും കച്ചവട സ്ഥാപനങ്ങളാണ്. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റാണ്. വാഹനങ്ങൾ കടത്തിവിടില്ല. നല്ല വൃത്തിയുള്ള തെരുവുകൾ. പല വാക്കിംഗ് സ്ട്രീറ്റുകളിലൂടെയൊക്കെ നടന്ന് ഞങ്ങളിപ്പോൾ കൊളോൺ കത്തീഡ്രലിന് മുന്നിലെത്തി. ഇതൊരു കൂറ്റൻ കത്തീഡ്രലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്ന്. ഇതൊരു കാത്തലിക് ചർച്ചാണ്. കത്തീഡ്രലിന്റെ മുൻഭാഗത്ത് വിശാലമായ ഒരു മുറ്റമുണ്ട്. കല്ലുകൾ പാകി മനോഹരമാക്കിയ മുറ്റം. തറം നിരപ്പിൽ നിന്നും ഉയരത്തിലാണ് ഈ മുറ്റവും കത്തീഡ്രലും ഉള്ളത്. റൈൻ നദിയുടെ തീരത്താണ് ഈ കത്തീഡ്രൽ ഉള്ളത്. ചുറ്റിലുമുള്ള മറ്റു നിർമ്മിതികൾ കാരണം നദി ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ ട്വിൻ സ്പൈർഡ് ചർച്ചാണിത്. അതായത് ഏറ്റവും ഉയരം കൂടിയ ഇരട്ട ഗോപുരമുള്ള ചർച്ച്. ഈ ഇരട്ട ഗോപുരങ്ങളുടെ പൊക്കം 157.38 മീറ്ററാണ്. അതായത് 516.3 അടി. ഇതിനേക്കാൾ ഉയരമുള്ള ഒരു ചർച്ച് കൂടിയുണ്ട് ജർമ്മനിയിൽ. പക്ഷെ അത് ഒറ്റ ഗോപുരമുള്ള ഒന്നാണ്. ഉലിം മിനിസ്റ്റർ, അതാണ് ഏറ്റവും ഉയരമുള്ള പള്ളി. അത് ലോകത്തെ പള്ളികളിൽ ഉയരത്തിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണുള്ളത്. ഇത് ഗോത്തിക് സ്റ്റൈലിൽ പണിതിട്ടുള്ള ഒരു പള്ളിയാണ്. അകത്ത് കടക്കുമ്പോഴാണ് ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്.
ഇതിനുള്ളിൽ വളരെ മൂല്യമുള്ള പല പുരാവസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട്. വിലമതിക്കാൻ കഴിയാത്ത പെയിന്റിങ്ങുകളും സ്കൾപ്ചറുകളും തിരുശേഷിപ്പുകളും ഇതിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനുള്ളിലെ പില്ലറുകളാണ്. പില്ലറുകൾ മാത്രമല്ല, അവ താങ്ങി നിർത്തുന്ന റൂഫും ഒരു പ്രത്യേക രീതിയിലുള്ളവയാണ്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരിടമാണിവിടെ. വിശ്വാസികൾക്ക് ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആ ആംഗിളിൽ കണ്ട് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നത്. ഈ എഴുതി വച്ചിരിക്കുന്നത് ജർമ്മൻ ഭാഷയാണ്. നിങ്ങൾ ഭൂമിയിലെ ഉപ്പാണ് എന്നും വലതുവശത്ത് ഞായറാഴ്ച 22 ഒക്ടോബർ 2023 എന്നുമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പറയുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൂടെ 3 പേരുടെ ഫോട്ടോയും ഉണ്ട്. ഇവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന മെഴുകുതിരി നമുക്കെടുത്ത് കത്തിച്ച് പ്രാർത്ഥിക്കാം, ഫ്രീ ആയി. ഇതാണ് പള്ളിയുടെ സെൻട്രൽ ഭാഗം. നേരെ കാണുന്നത് അൾത്താരയാണ്. ഇരുവശങ്ങളിലും വിശ്വാസികൾക്കുള്ള ഇരിപ്പിടങ്ങളുണ്ട്. 3 നിരയായാണ് ഹാൾ പണിതിട്ടുള്ളത്. പടുകൂറ്റൻ മാർബിൾ തൂണുകൾ കൊണ്ട് ഹാൾ വേർതിരിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക രീതിയിലാണ് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിലത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള അറേഞ്ച്മെന്റ്സും ഉണ്ട്. പില്ലറുകൾ പോലെ ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊന്ന് ഗ്ലാസ് വിൻഡോസ് ആണ്. ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ്. ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത് 1248 1248 ആഗസ്റ്റ് 15 ഇതിന്റെ നിർമ്മാണത്തിനായി തറക്കല്ലിട്ടത്. വളരെ സാവധാനത്തിലാണ് ഇതിന്റെ നിർമ്മാണം പുരോഗമിച്ചത്. സാമ്പത്തികം തന്നെയായിരുന്നു കാരണം. 1560 ആയപ്പോഴേക്കും ഇതിന്റെ നിർമ്മാണം നിലച്ചു. അപ്പോഴും ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. 1814 ഇതിന്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ വീണ്ടും തീരുമാനിച്ചു. പക്ഷെ 1840 വരെ ഫണ്ട് ലഭ്യമാകാത്തതിനാൽ നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല. 1840 പുനരാരംഭിച്ച നിർമ്മാണം 1880 പൂർത്തിയായി. മധ്യകാലത്തെ റോമൻ എംപറർമാർക്ക് പ്രാർത്ഥിക്കാനായി പ്ലാൻ ചെയ്ത് നിർമ്മാണം ആരംഭിച്ച ഈ പള്ളിയുടെ പണി പൂർത്തിയായത് 1880 ഏകദേശം 632 വർഷമെടുത്തു ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാകാൻ. ഇതാണ് ഈ പള്ളിയിലെ ബലിപീഠം. 1322 ഇത് ഇവിടെ സ്ഥാപിച്ചത്. ബ്ലാക്ക് മാർബിൾ വശങ്ങളിലും മുകളിൽ വൈറ്റ് മാർബിൾ സ്ലാബും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലെ സ്ലാബിന് 15 അടി നീളമുണ്ട്. ധാരാളം അമൂല്യങ്ങളായ വസ്തുക്കൾ ഈ പള്ളിയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഓക്ക് തടിയിൽ കാർവ് ചെയ്തിട്ടുള്ള ഒരു ദാരുശില്പമാണ്.
യേശുവിനെ കുരിശിൽ തറച്ചിരിക്കുന്നതും മറ്റുമാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. വശങ്ങളിൽ ചില അമൂല്യങ്ങളായ പെയിന്റിങ്ങുകളും ഉണ്ട്. ഇവിടുള്ള മറ്റൊരു അമൂല്യ നിർമ്മിതിയാണ് ഈ കാണുന്നത്. മെഡേവൽ സ്റ്റാച്യു ഓഫ് സെയിന്റ് ക്രിസ്റ്റഫർ, മധ്യകാലത്തെ ഒരു നിർമ്മിതി. 1470 നിർമ്മിച്ചതാണിത്. ലോകപ്രശസ്തമായ ഒരു സ്റ്റാച്യു ആണിത്. ഈ കാണുന്നതും ഒരു അമൂല്യ പെയിന്റിംഗ് ആണ്. കൊറോണേഷൻ ഓഫ് ദി വെർജിൻ, അതാണ് ഈ പെയിന്റിങ്ങിന്റെ പേര്. കന്യകയുടെ കിരീടധാരണം, അതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചുവരുകളിൽ അമൂല്യങ്ങളായ പല രൂപങ്ങളുമുണ്ട്. അവയൊക്കെ വിശദീകരിക്കുന്ന വിവരണങ്ങളും അവയോടൊപ്പമുണ്ട്. പക്ഷെ അതിലെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നതല്ല. ഏതോ ഒരു മമ്മിയാണ് അതെന്ന് തോന്നുന്നു. ശരിയാണോ എന്നറിയില്ല. ഈ കാണുന്നത് ഒരു അമൂല്യ വസ്തുവാണ്. അതുകൊണ്ടാണ് അത് അത്ര സേഫായി സ്ഥാപിച്ചിരിക്കുന്നത്. ബൈബിളിൽ പറയുന്ന 3 കിങ്സിന്റെ തിരുശേഷിപ്പുകളാണ് ആ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 3 രാജാക്കന്മാർ എന്നത് യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് അവിടെ എത്തി സമ്മാനങ്ങൾ നൽകി എന്ന് പറയപ്പെടുന്ന ആ കഥാപാത്രങ്ങളാണ്. സത്യത്തിൽ ഈ പള്ളി ഇവിടെ പണിതത് ഈ തിരുശേഷിപ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. മധ്യകാലത്തെ റോമൻ എംപറർമാർക്ക് ഈ തിരുശേഷിപ്പുകൾ ഇവിടെ സ്ഥാപിച്ച് പ്രാർത്ഥിക്കാനായിരുന്നു ഉദ്ദേശം. എന്നാൽ മധ്യകാലത്ത് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 1164 അന്നത്തെ ആർച്ച് ബിഷപ്പ് ഓഫ് കൊളോണായ റൊണാൾഡിന് അന്നത്തെ റോമൻ എംപററായിരുന്ന ഫെഡറിക് ബാർബറോസ് നൽകിയതാണ് ഈ തിരുശേഷിപ്പ്. ഇവിടെ പല അമൂല്യ വസ്തുക്കളും ഇതുപോലെ കേജ് ഉണ്ടാക്കി അതിനുള്ളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഫോൺ ചെറിയ വിടവിലൂടെ അകത്ത് കടത്തിയാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും. വളരെ അമൂല്യമായ വസ്തുക്കളാണ് ഇതിനകത്തുള്ളത്. മറ്റൊരു സ്ഥലത്ത് എന്താണെന്നറിയില്ല, ഇങ്ങനെ ഒന്നുണ്ട്. പക്ഷെ സുന്ദരമാണ് ആ കാണുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ ഇവിടെയുള്ള വിൻഡോസ് ആണെന്ന് പറഞ്ഞല്ലോ. അതിലെ കാണുന്ന വിൻഡോ 2007 പുതുക്കി പണിതതാണ്. 2007 ആഗസ്റ്റ് 25 അതവിടെ സ്ഥാപിച്ചത്. 113 സ്ക്വയർ മീറ്ററാണ് ആ ഗ്ലാസ് വിൻഡോയുടെ വിസ്തീർണം. അതായത് 1220 സ്ക്വയർ ഫീറ്റ്. ഒരു ജർമ്മൻ ആർട്ടിസ്റ്റ് സംഭാവനയായി സ്ഥാപിച്ചതാണ് ഈ കാണുന്ന ഗ്ലാസ് വിൻഡോ. മുമ്പുണ്ടായിരുന്ന വിൻഡോ 2ാം ലോക മഹായുദ്ധത്തിൽ തകർക്കപ്പെട്ടിരുന്നു. തുടർന്ന് പ്ലെയിൻ ഗ്ലാസ് വെച്ച് അടച്ചിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. 4 ലക്ഷം യൂറോയോളം വരും അതിൻ്റെ മൂല്യം. 15,500 ഗ്ലാസ് പീസസ് ആണ് അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ 14 ബോംബുകളാണ് ഇവിടെ ആകാശത്തു നിന്നും വർഷിച്ചത്. 1945 മാർച്ച് 6 ആ ബോംബ് വർഷം. അതേ തുടർന്ന് ഈ പള്ളിക്കും സാരമായ കേടുപാടുകൾ പറ്റി. ഇതിൻ്റെ ഉയരമുള്ള ആ ഇരട്ട ഗോപുരമായിരുന്നു പൈലറ്റുമാരെ ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ സഹായിച്ചത്. യുദ്ധാനന്തരം 1956 തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുനഃസ്ഥാപിച്ചു. എന്നാൽ
കാലപ്പഴക്കമുള്ള നിർമ്മിതി ആയതിനാൽ റിപ്പയർ വർക്ക് പെർഫെക്റ്റായി നടത്താൻ അന്ന് സാധിച്ചിരുന്നില്ല. റിപ്പയർ ചെയ്ത ഭാഗമോ തൊട്ടടുത്തുള്ള ഭാഗങ്ങളോ ഒക്കെ ഇളകാൻ തുടങ്ങി. ഒടുവിൽ 2005 ഒറിജിനൽ അപ്പിയറൻസിൽ ഇതിൻ്റെ റിപ്പയർ വർക്ക് പൂർത്തിയാക്കിയത്. ഇതിനുള്ളിലുള്ള പല സ്റ്റാച്യൂകളും എനിക്ക് വിശദീകരിക്കാൻ അറിയില്ല. ഇവിടെയുള്ള വിവരണങ്ങളെല്ലാം തന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏതോ ഭാഷയിലാണുള്ളത്. പള്ളിയുടെ ഉൾഭാഗമൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഈ പള്ളിയിലെ മറ്റൊരു അട്രാക്ഷൻ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ മണികളാണ്. 11 മണികളാണ് ഈ പള്ളിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ 4 മധ്യകാലത്ത് നിർമ്മിച്ച് സ്ഥാപിച്ചവയാണ്. ഈ പള്ളിയിലുള്ള ഏറ്റവും വലിയ മണിക്ക് 24 ടൺ ഭാരമുണ്ട്. ലോകത്ത് തൂക്കിയിട്ടിരിക്കുന്ന മണികളിൽ അടുത്ത കാലം വരെ ഏറ്റവും വലുത് അതായിരുന്നു. എന്നാൽ റൊമേനിയയിലുള്ള പോപ്പ് സാൽവേഷൻ കത്തീഡ്രലിലാണ് ഇപ്പോൾ ഇതിലും വലിയ മണി ഉള്ളത്. ഇവിടെ ആ വലിയ മണി ഈസ്റ്റർ, ക്രിസ്മസ് തുടങ്ങി വർഷത്തിൽ 8 വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അടിക്കുകയുള്ളൂ. ഇവിടെ കത്തീഡ്രലിന്റെ മുൻഭാഗത്തായി ഒരു വിശേഷപ്പെട്ട ഫൗണ്ടൻ ഉണ്ട്. സ്പൈറൽ ഫൗണ്ടൻ എന്നാണ് ഈ ഫൗണ്ടൻ അറിയപ്പെടുന്നത്. ഇതൊരു ടോയ് ട്രെയിനാണ്. ഇതിൽ കയറി ഈ പള്ളി ചുറ്റിക്കാണാൻ കഴിയും. ഈ കത്തീഡ്രലിന്റെ നീളം 144.5 മീറ്ററാണ്. വീതി 86.25 മീറ്റർ, ഉയരം 157 മീറ്ററാണ്. ജർമ്മനിയിൽ ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾക്ക് മാത്രമേ ഇതിനേക്കാൾ ഉയരമുള്ളതായിട്ടുള്ളൂ. പഴമ നിലനിർത്താനാണെന്ന് തോന്നുന്നു. പെയിന്റ് അടിച്ച് വൃത്തികേടാക്കിയിട്ടില്ല. ഈ നിർമ്മിതിയെ 1996 മുതൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണിത്. ദിവസവും ശരാശരി 20,000 ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നതായി ആണ് കണക്ക്. അതിൽ വിശ്വാസികളും കാഴ്ച കാണാൻ എത്തുന്നവരും ഒക്കെ പെടും. കാണുന്നത് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ്. അതിനപ്പുറം റൈൻ നദിയാണ്. ഇപ്പോഴും ചെറിയ മഴയുണ്ട്. എന്നാലും കൂട്ടത്തിലുള്ള പലരും ഷോപ്പിങ്ങിന്റെ തിരക്കിലാണ്. ഞങ്ങളുടെ ബസ് കാത്തു നിൽക്കുകയാണ് ഇവിടെ. ഇനി പോകുന്നത് ജർമ്മനിയുടെ തെക്ക് ഭാഗത്തേക്കാണ്, ഹൈഡൽബർഗ് എന്ന സ്ഥലത്തേക്ക്. അവിടെയാണ് ഇന്നത്തെ സ്റ്റേ. സ്വിറ്റ്സർലാൻഡിന് അടുത്താണ് ആ സ്ഥലം. ഇത് കണ്ടോ? ഷവർമ ഉണ്ടാക്കുന്നതിനുള്ള സെറ്റപ്പാണ്. എത്ര ഭീമാകാരമാണ് അതെന്ന് കണ്ടോ? ഇത് മുഴുവൻ ഇന്ന് തിന്നു തീരുമെന്ന് ഓർക്കണം. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ കച്ചവടം? കത്തീഡ്രലിന്റെ ചുറ്റിലും കച്ചവട കേന്ദ്രങ്ങളും ഹോട്ടലുകളും ഒക്കെയാണ്. മിക്കവാറും എല്ലാ കെട്ടിടങ്ങൾക്കും ഒരേ ഡിസൈനാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇവിടുള്ള കെട്ടിടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൺഷെയ്ഡുകൾ ഇല്ലാത്ത നിർമ്മാണ രീതി.
കൊളോൺ സിറ്റി ടൂർ കമ്പനിയുടെ ഒരു സൈറ്റ് സീയിങ് ബസ്സാണ് കാണുന്നത്. ഇതിൽ കയറിയാൽ ഈ കൊളോണിലെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനുകളും കാണാൻ കഴിയും. നമുക്കതിനുള്ള സമയമില്ലാത്തതിനാൽ അത് ഒഴിവാക്കി. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇന്ന് തങ്ങുന്നത് സ്വിറ്റ്സർലൻഡിന് കുറച്ചുകൂടെ അടുത്തുള്ള ഹെയ്ഡൽബർഗ് എന്ന സ്ഥലത്താണ്. അവിടേക്ക് 250 കിലോമീറ്റർ ദൂരമുണ്ട്. 3 മണിക്കൂർ വേണ്ടിവരും യാത്ര ചെയ്യാൻ. ഈ ജർമ്മനിയും ബൈസിക്കിൾ ഫ്രണ്ട്ലി രാജ്യമാണ്. ഇവിടെ ഉള്ള മിക്ക റോഡുകളുടെ വശങ്ങളിലും സൈക്കിൾ ട്രാക്ക് കാണാനുണ്ട്. ജർമ്മനി മധ്യ യൂറോപ്പിൽപ്പെട്ട ഒരു രാജ്യമാണ്. ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഫെഡറൽ പാർലമെന്ററി റിപ്പബ്ലിക്കാണ് ഭരണവ്യവസ്ഥ. ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി എന്നാണ് ഔദ്യോഗിക നാമം. ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ചാൻസലറാണ് ഭരണത്തലവൻ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ദൃശ്യങ്ങളാണ്. വിപുലമാണ് ഇവിടുത്തെ റെയിൽവേ സിസ്റ്റം. ഈ ജർമ്മനിയുടെ ആകെ വിസ്തീർണം 3,57,600 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിൽ 1.27% ജലാശയമാണ്. ഇവിടുത്തെ ജനസംഖ്യ 84 ബില്യനാണ്. ജനസംഖ്യയിൽ യൂറോപ്പിൽ 2ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം റഷ്യയാണ്. ജർമ്മനി ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്. GDP-യിൽ 4ാം സ്ഥാനമാണ് ജർമ്മനിക്കുള്ളത്. ഇവിടെ വലിയ പ്രാധാന്യം നൽകുന്ന മേഖലകളിൽ പ്രധാനം സോഷ്യൽ സെക്യൂരിറ്റിയാണ്. അത് തൊഴിലില്ലാത്തവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയായും ഹെൽത്ത് ഇൻഷുറൻസായും ഓൾഡ് ഏജിനുള്ള പെൻഷനായും വിധവകൾക്കും വിധവർമാർക്കുമുള്ള പെൻഷനായും ഒക്കെ നടപ്പിലാക്കുന്നു. കൂടാതെ ഇവിടെ യൂണിവേഴ്സിറ്റി തലം അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസങ്ങളും സൗജന്യമാണ്. അതുപോലെ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നു. ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. ഏത് രോഗത്തിനുള്ള ചികിത്സയും ഗവൺമെന്റ് ഇതിലൂടെ സൗജന്യമാക്കിയിട്ടുണ്ട്. കൂടെ ഒരു കുസൃതി ചോദ്യവും, നമ്മുടെ രാജ്യത്തോ? ഇവിടെ റോഡിന്റെ വശത്ത് ഉയരമുള്ള മതിൽ നിർമ്മിച്ച് അതിൽ ഭംഗിയുള്ള ചില വള്ളിച്ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ? അതിനപ്പുറം റെസിഡൻഷ്യൽ ഏരിയയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ മിക്ക റോഡ് വക്കിലും ഇതുപോലുള്ള റെസിഡൻഷ്യൽ ഏരിയകളിൽ എല്ലാം തന്നെ ഇതുപോലുള്ള മതിൽ കാണാൻ കഴിയും. ജനങ്ങൾക്ക് വാഹനം ഓടുമ്പോഴുള്ള അലോസരം ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള കൺസേൺ ആണ് ആ കാണുന്നത്. ഇവിടെ മാത്രമല്ല, നമ്മുടെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാകും, പല സ്ഥലത്തും ഇതുപോലെ ഉയരത്തിലുള്ള മതിലുകൾ റോഡ് വക്കിൽ കാണാൻ കഴിയും, ചെടി പടർത്തിയവയും അല്ലാത്തവയുമായി. ഇന്ന് നമ്മൾ കാണുന്ന ഈ ജർമ്മനി 1990 ഒക്ടോബർ 3 വരെ 2 ജർമ്മനികളായിരുന്നു. 1949 മുമ്പും ജർമ്മനി ഒരൊറ്റ രാജ്യമായിരുന്നു. 2ാം ലോകമഹായുദ്ധത്തിനൊടുവിൽ 1949 ജർമ്മനി 2ആയത്. ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി, അതായത് വെസ്റ്റ് ജർമ്മനി എന്നും ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതായത് ഈസ്റ്റ് ജർമ്മനി എന്നും 2 രാജ്യങ്ങൾ. ഒരു രാജ്യമായിരുന്ന ജർമ്മനിയെ പിളർന്ന് 2ആക്കി പരസ്പരം കാണാതിരിക്കാൻ കൂറ്റൻ മതിൽ നിർമ്മിച്ചു. അതാണ് ബെർലിൻ മതിൽ. 1990 ജനങ്ങൾ പൊളിച്ചു കളഞ്ഞ വിഖ്യാതമായ ബെർലിൻ മതിൽ. ഇതിനെല്ലാം കാരണമായത് ഹിറ്റ്ലർ എന്ന മനുഷ്യനും. ഇതിൽ ഈസ്റ്റ് ജർമ്മനി ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യവും വെസ്റ്റ് ജർമ്മനി ഒരു ജനാധിപത്യ രാജ്യവുമായിരുന്നു.
ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ച 1990-കളിൽ ജർമ്മനിയിലെ ജനങ്ങളും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ച് ബെർലിൻ മതിലും പൊളിച്ച് വെസ്റ്റ് ജർമ്മനിയിൽ ലയിക്കുകയാണ് ഉണ്ടായത്. ലോകത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങൾ നിലം പതിച്ചതിന് ഒരു പ്രധാന കാരണം ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ഏകാധിപത്യ ഭരണവും അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങളുമായിരുന്നു. ജർമ്മനിയിൽ സംഭവിച്ചതും മറിച്ചല്ല. ഒറ്റ രാജ്യമായിരുന്ന ജർമ്മനിയിൽ ഉണ്ടായിരുന്ന വെസ്റ്റ് ജർമ്മനി ലോക സാമ്പത്തിക വളർച്ചയുടെ ഭാഗമായി വളർന്നപ്പോൾ തങ്ങളുടെ വളർച്ച പുറകോട്ടാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലമായി അവർ നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ ഭരണത്തിനെതിരെ തിരിയുകയും സംഘടിച്ച് ആ ദുഷിച്ച ഭരണത്തെ തൂത്തെറിയുകയും ചെയ്തു. കിം ജോങ് ഉന്നിനെ പോലെ ഇപ്പോഴും ചില ഏകാധിപതികൾ ഭരണാധികാരികളായി ലോകത്തുണ്ട്. അവരുടെ കാലവും താമസം വിന അവസാനിക്കും, സംശയമില്ല. ജനങ്ങൾ സഹിക്കാനാവുന്നതിനപ്പുറമാവുമ്പോൾ പ്രതികരിച്ചോളും. അതാണ് നാം ഇന്ന് വരെ ലോകത്ത് കണ്ടിട്ടുള്ളത്. യേശുവിന് മുമ്പും പിമ്പും എന്ന് ലോഹക്രമത്തെ വേർതിരിച്ച പോലെ ഒന്നാണ് രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പെന്നും രണ്ടാം ലോക മഹായുദ്ധത്തിന് പിമ്പെന്നും ആധുനിക കാലത്തെ വേർതിരിക്കുന്നു. അതിന് കാരണക്കാരായവർ ഈ ജർമ്മനിയും ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഹിറ്റ്ലർ എന്ന മനുഷ്യനുമാണ്. ഹിറ്റ്ലറെ കുറിച്ച് പല അഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഹിറ്റ്ലർ ഒരു മനോരോഗിയായിരുന്നു. തൻ്റെ വംശമൊഴികെ ലോകത്തുള്ള സകല മനുഷ്യരെയും കൊന്ന് ഏക വംശക്രമം ഈ ലോകത്ത് നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു ഭ്രാന്തൻ ഭരണാധികാരി. തൻ്റെ ഭ്രാന്തൻ ആശയം നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിച്ച് ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന മനോരോഗി. ഇനി ആ ഹിറ്റ്ലറെ കുറിച്ച് പറയാം. കൂടെ യാത്രയുടെ മനോഹാരിതയും ആസ്വദിക്കാം. 1889 ഏപ്രിൽ 20-നാണ് ഹിറ്റ്ലർ ജനിച്ചത്. ഇന്നത്തെ ആസ്ട്രിയയിലായിരുന്നു ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ലാത്ത ഹിറ്റ്ലർ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 ജർമ്മൻ ആർമിയിൽ ഒരു രഹസ്യ ഏജന്റായി ചേർന്നു. അതിനു മുമ്പ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബവേറിയൻ ആർമിയിൽ സ്വമേധയാ പങ്കെടുത്തിരുന്നു. ആർമിയിലെ രഹസ്യ ഏജന്റായിരിക്കെ കൂടെയുള്ള സേനാംഗങ്ങളെയും നാട്ടുകാരെയും മോട്ടിവേറ്റ് ചെയ്യുക എന്ന പ്രവൃത്തിയും ഹിറ്റ്ലർ സ്വയം ഏറ്റെടുത്തു. ഹിറ്റ്ലറിന്റെ പ്രഭാഷണങ്ങൾ തുടക്കത്തിൽ ആരും മൈൻഡ് ചെയ്തിരുന്നില്ല. അതിനു കാരണം ഒരു കുറിയ മനുഷ്യൻ, പ്രത്യേകതരം മീശ, പ്രത്യേകതരം വേഷം, ഇതൊക്കെ ജർമ്മൻ ജനതയെ അയാളിൽ നിന്ന് അകറ്റി. എന്നാൽ ക്രമേണ അയാളുടെ പ്രത്യേക തരത്തിലുള്ള പ്രഭാഷണങ്ങളും അയാൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള തോന്നലും അന്നാട്ടുകാരെ അയാളിലേക്ക് അടുപ്പിച്ചു. ഇതേസമയം ജർമ്മനിയുടെ അന്നത്തെ ഭരണ പാർട്ടിയായ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ അയാൾ അംഗമാവുകയും ചെയ്തു. പാർട്ടിയുടെ അന്നത്തെ ചെയർമാന് ഹിറ്റ്ലറുടെ വാക്ചാതുരി ഇഷ്ടപ്പെടുകയും അയാളെ പട്ടാളക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ജനങ്ങളെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് പാർട്ടിയിൽ ഒരു പ്രത്യേക മനോഭാവം വളർത്തുന്നവരുമായി നിയോഗിച്ചു. ഇത് ഹിറ്റ്ലർ എന്ന മനോരോഗി ശരിക്കും വിനിയോഗിച്ചു. അയാളുടെ ഭ്രാന്തൻ ആശയം മറ്റുള്ളവരിലേക്ക് പകരുകയും അവരെയും അയാളുടെ മനോനിലയിലേക്ക് എത്തിക്കുന്നതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. അതേ തുടർന്ന് അയാൾ പാർട്ടിയുടെ തലവനായി മാറുകയും ചെയ്തു. ഒരു പ്രത്യേക ജനവിഭാഗത്തെ മുഴുവൻ അയാളെ ചെൽപ്പടിക്കാക്കി ക്രൂരമായ നരഹത്യ നടത്തുന്നതിന് പിന്നെ അയാൾക്ക് കൂടുതൽ സമയം വേണ്ടി വന്നില്ല. 1933 മുതൽ അയാൾ ഡയറക്ടർ ഓഫ് ജർമ്മൻ എന്ന പരമോന്നത സ്ഥാനത്തെത്തി. ആ സമയം DAP എന്ന പാർട്ടി അതിൻ്റെ പേര് മാറ്റുകയും നാഷണലിസ്റ്റ് സോഷ്യൽ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി NSDAP എന്നാക്കുകയും ചെയ്തു. ആ പാർട്ടിയാണ് നാസി പാർട്ടി എന്നറിയപ്പെടുന്ന ആ ദുർഭൂതം. നാസി പാർട്ടിയും ഹിറ്റ്ലറും പിന്നീട് ചെയ്തതൊക്കെ ചരിത്രം. രാജ്യത്തിൻ്റെ പല ഭാഗത്തും
കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി തൻ്റെ മതത്തിൽപ്പെടാത്ത ലോകത്തെ മുഴുവൻ ആളുകളെയും അവിടെ എത്തിച്ച് ഗ്യാസ് ചാമ്പറുകൾ ഉപയോഗിച്ച് കൊന്നുകളയാനായിരുന്നു ഹിറ്റ്ലറിന്റെ തീരുമാനം. അതിനുള്ള പുറപ്പാടിന്റെ ഭാഗമായി അയാൾ രാജ്യങ്ങൾ ഒന്നൊന്നായി ആക്രമിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യരെ ഗ്യാസ് ചാമ്പർ ഉപയോഗിച്ച് കൊന്നൊടുക്കി. അതിൻ്റെ പരിണിത ഫലമാണ് രണ്ടാം ലോക മഹായുദ്ധം. 1939 മുതലാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. തുടക്കത്തിൽ ഹിറ്റ്ലർക്കും നാസിപ്പടയ്ക്കും സഖ്യകക്ഷികൾക്കുമായിരുന്നു വിജയം. എന്നാൽ അവസാന വിജയം മറുചേരിക്കായിരുന്നു. യുദ്ധത്തിന്റെ അവസാനം താൻ തോറ്റു എന്ന് മനസ്സിലാക്കിയ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. 1945 ഏപ്രിൽ 30 സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. അന്ന് അയാളുടെ പ്രായം 56 വയസ്സ് മാത്രം. ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുന്ന അതേ അവസ്ഥ ഹിറ്റ്ലർക്കും ഉണ്ടായി എന്ന് മാത്രം. ഈ ഹിറ്റ്ലർ 6 മില്യൺ ജൂതന്മാരെയും ലക്ഷക്കണക്കിന് മറ്റുള്ളവരെയുമാണ് കൊന്നൊടുക്കിയത്. ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയ ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇതൊരു ഗ്രൂപ്പ് ടൂർ ആയതിനാലും ഐറ്റ്നറിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാലും ഇനി മറ്റൊരവസരത്തിൽ കഴിയുമെങ്കിൽ കാണാം എന്ന് വിചാരിക്കുന്നു. യാത്രയിൽ ഗ്രാമങ്ങളും പട്ടണങ്ങളും മാറി മാറി വരുന്നുണ്ട്. ഗ്രാമങ്ങളിൽ ധാരാളം കൃഷിയിടങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. നല്ല സുന്ദരമായ റോഡ്. ഇതൊരു പ്രധാന ഹൈവേ ആണ്. ജർമ്മനിയിലെ ഏതോ ഒരു പട്ടണമാണ് കാണുന്നത്. ഇവിടുത്തെ ഡ്രൈവിംഗ് കണ്ടോ? വാഹനങ്ങൾ മുട്ടിമുട്ടിയല്ല നീങ്ങുന്നത്. വാഹനങ്ങൾ തമ്മിൽ കൃത്യമായ അകലം പാലിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെയേ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ. പുറകിലുള്ള ഡ്രൈവർക്ക് മുമ്പിലുള്ള വാഹനത്തിന്റെ പുറകിലെ വീലുകൾ കൃത്യമായി കാണാൻ കഴിയുന്ന അകലം പാലിച്ച് മാത്രമേ വാഹനം ഓടിക്കാവൂ. ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോഡിലൂടെ ദിവസവും ഓടുന്നത്. ലൈൻ ട്രാഫിക്കും വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട അകലവും ഒക്കെ ഒന്ന് കാണിക്കാനാണ് വീണ്ടും വീണ്ടും ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ഇടയ്ക്കുള്ള റെസ്റ്റ് പോയിന്റിലെത്തി വണ്ടി നിർത്തി. ഇവിടെയും സൂപ്പർ മാർക്കറ്റും പെട്രോൾ പമ്പും വാഷ്റൂമും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ വാഷ്റൂമിൽ കയറണമെങ്കിൽ €1 കൊടുക്കണം, അതായത് 80 രൂപ. പക്ഷെ എന്തെങ്കിലും വാങ്ങിയാൽ ആ തുക തിരികെ കിട്ടും. ഈ വാഷ്റൂം കണ്ടോ? ഇവിടുത്തെ ക്ലോസറ്റിന്റെ സീറ്റ് ഓട്ടോമാറ്റിക്കായി വൃത്തിയാക്കുന്നു. ഓരോ യൂസിന് ശേഷവും ഫ്ലഷ് ചെയ്യുമ്പോൾ സീറ്റ് വെള്ളമൊഴിച്ച് കഴുകുന്നു. വാഷ്റൂമിലൊക്കെ പോയി ഓരോ കോഫിയും കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനിയും യാത്ര ചെയ്ത അത്രയും ദൂരമുണ്ട് ഹൈഡൽബർഗിലേക്ക്. യാത്ര തുടരുകയാണ്. ഞങ്ങൾ ഹൈഡൽബർഗിലെത്തി. ഇനി ഡിന്നറൊക്കെ കഴിച്ച് ഹോട്ടലിലേക്ക് പോകും. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടെ അമർത്തിയാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക്
നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും ഗുഡ് ബൈ.